അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൽമുൽ ഫറാഇൽ മഹല്ലി ക്ലാസ് 41. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫറഉൻ ഇദാ അറഫ്ത അസ്ലഹാ അൽ മസ്അലതി വൻഖസമതി സിഹാമു അലൈഹിം അൽ വറസതി ഫദാക ലാഹിറുൻ കസൗജിൻ വസലാസതി ബനീന ഹിയ മിൻ അർബഅത്തിൻ ലികുല്ലി വാഹിദിൻ സഹ്മുൻ. അസ്ൽ മസ്അല എടുക്കുന്ന രൂപം അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി ഫർഉൻ, ഇതൊരു ഫർആണ്. ഇദാ അറഫ്ത, നീ അറിഞ്ഞു കഴിഞ്ഞാൽ, അസ്ലഹ അൽ മസ്അലതി, അസ്ൽ മസ്അലയെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ, വൻഖസമതി സിഹാമു അലൈഹിം, വൻഖസമതി സിഹാമു, ഓഹരികൾ അംശയമാവുകയും ചെയ്തു, ഓഹരികൾ കെസ്റില്ലാതെ അംശയമാവുകയും ചെയ്തു, അലൈഹിം അയിൽ വറസതി, വാരിസീങ്ങളുടെ മേൽ ഓഹരികൾ കെസ്റില്ലാതെ അംശയമാവുകയും ചെയ്തു. ഫദാക ലാഹിറുൻ, അത് ലാഹിറ. അവിടെ പിന്നെ തസ്വീഹിലേക്ക് ആവശ്യമില്ല. ഒരു ഉദാഹരണം നോക്കാം. കസൗജിൻ വസലാസതി ബനീന, കസൗജിൻ വസലാസതി ബനീന, ഒരു സ്ത്രീ മരണപ്പെട്ടു. അവൾക്ക് അനന്തരാവകാശിയായിട്ട് ഭർത്താവുണ്ട്, 3 ആൺമക്കളുമുണ്ട്. മക്കളുള്ളത് കൊണ്ട് ഭർത്താവിന് റുബ് ആണല്ലോ. 3 ആൺമക്കൾ, അവരെ അസബക്കാരുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? സൗജിന് റുബുവിന്റെ മഹ്റജായ 4 അസ്ല് മസ്അല. 4 നിന്ന് 1 സൗജിന് കൊടുത്തു, ബാക്കി 3 ആൺമക്കൾക്ക് ഓരോന്ന് വീതം കൊടുക്കുകയും ചെയ്തു. അതാ ഹിയ, ഈ മസ്അല മിൻ അർബഅത്തിൻ, എത്രയിൽ നിന്നാണ്? 4 നിന്നാണ് മസ്അല. ലികുല്ലി വാഹിദിൻ സഹ്മുൻ, ഓരോരുത്തർക്കും ഓരോ ഓഹരി, ഓരോരുത്തർക്കും ഓരോ ഓഹരി കൊടുക്കുക. സൗജിന് 1 കൊടുത്തു, ബാക്കി 3 നിന്ന് ഓരോന്ന് ഓരോ ആൺമക്കൾക്കും കൊടുത്തു. ഇനി വൈനിൻകസറത്ത് അലാ സിൻഫിൻ മിൻഹും, വൈനിൻകസറത്ത്, ഇനി കെസ്റുണ്ടായാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ കെസ്റില്ലാതെ ഓഹരികൾ അംശയമാവുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇനി വൈനിൻകസറത്ത്, കെസ്റുണ്ടായാൽ, അലാ സിൻഫിൻ മിൻഹും, അവരിൽ നിന്നുള്ള വാരിസീങ്ങളിൽ നിന്നുള്ള ഒരു സിൻഫിന്റെ മേൽ കെസ്റുണ്ടായാൽ എന്ത് ചെയ്യണം? ഖൂബിലത്ത് സിഹാമുഹു, ആ സിൻഫിന്റെ സഹ്മിനെ നേരിടിക്കപ്പെടണം. ആ സിൻഫിനുള്ള സഹ്മുണ്ടല്ലോ, ആ വിഭാഗത്തിനുള്ളതായ ഓഹരി, അതിനെ നേരിടിക്കപ്പെടണം. ബി അദദിഹി, ആ സിൻഫിന്റെ അദദിനോട്. ആ സിൻഫിന്റെ അദദും ആ സിൻഫിന്റെ സഹ്മും തമ്മിൽ നോക്കണം. അവ രണ്ടും തമ്മിൽ നോക്കണം. അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കണം. ഫഇൻ തബായന, ഇവ രണ്ടും തബായുനായാൽ, ആ 2 സംഖ്യകള്, അതായത് ആ സിൻഫിന്റെ സഹ്മും അതേ പ്രകാരം തന്നെ ആ സിൻഫിന്റെ അദദും, ഇവ രണ്ടും തബായുനായാൽ, ലുരിബ അദദുഹു, അദദിനെന്താക്കണം? ലർബ് ചെയ്യപ്പെടണം. ആ സിൻഫിന്റെ അദദിനെ ലർബ് ചെയ്യപ്പെടണം. ആ സിൻഫിന്റെ അദദിനെ ലർബ് ചെയ്യപ്പെടണം. എവിടെ? ഫിൽ മസ്അലതി, അസ്ൽ മസ്അലയിൽ. ആ സിൻഫിന്റെ അദദ്, ആ സിൻഫ് എത്രയാളുള്ളത് നോക്കുക, ആ അദദിന് എന്താക്കുക? ലർബ് ചെയ്യപ്പെടുക. എവിടെ? ഫിൽ മസ്അലതി, അസ്ൽ മസ്അലയിൽ. അസ്ൽ മസ്അലയിൽ ഗുണിച്ചു നോക്കണം. ബി ഔലിഹ ഇൻ ആലത്ത്, ഔലാവുന്നതാണെങ്കിൽ ഔലോടുകൂടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 6 7ലേക്കും 8ലേക്കും 9ലേക്കും 10ലേക്കും ഔലാകും. അതേ പ്രകാരം 12 13ലേക്കും 15ലേക്കും 17ലേക്കും ഔലാകും. 24 27ലേക്ക് ഔലാകും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബി ഔലിഹ ഇൻ ആലത്ത്, ഔലാവുന്നതാണെങ്കിൽ ഔലോടുകൂടെ മസ്അലയിൽ എന്താക്കണം? അതിന് ലർബ് ചെയ്യപ്പെടണം. ഉദാഹരണം നോക്കാം. മിസാലുഹു ബിലാ ഔലിൻ, ഔലില്ലാത്തതിന് ഉദാഹരണം. ഔലില്ലാത്തതിന് ഉദാഹരണം നോക്കുക. ഒരു സ്ത്രീ മരണപ്പെട്ടു, അവൾക്ക് സൗജത്തുണ്ട്, സൗജുണ്ട്. ഒരു സ്ത്രീ മരണപ്പെട്ടു, അവളുടെ സൗജ് ഭർത്താവുണ്ട്. വ അഹവാനി ലി അബിൻ, വാപ്പൊത്തതായ 2 സഹോദരന്മാരും. ഭർത്താവും വാപ്പൊത്തതായ 2 സഹോദരന്മാരും. അപ്പൊ ഭർത്താവിന് എത്ര ലഭിക്കും? നിസ്ഫ് ഉണ്ടാവും, മക്കളില്ലല്ലോ, അതുകൊണ്ട് നിസ്ഫ്. അഹവാനി ലി അബോ, അവര് അസബിയാണ്. അപ്പൊ ഇവിടെ അസ്ല് മസ്അല എത്രയാണ്? നിസ്ഫിന്റെ മഹ്റജായ 2 അസ്ല് മസ്അല. 2ൽ നിന്ന് 1 സൗജിന് കൊടുത്തു, ബാക്കി 1 ആണുള്ളത്. 1 2 ആൾക്കും കൂടിയും കൊടുക്കണം. അപ്പൊ അത് പ്രശ്നമായി. അപ്പൊ എന്ത് ചെയ്യണം? ഈ അദദിനെ, ഇവരുടെ അഹ്വാനി 2 അല്ലേ, ആ അദദിന് എന്ത് ചെയ്യണം?
അസ്ലു മസ്അലയായ 2 ഗുണിക്കുക. കാരണം സഹമും അദദുർ റൂസും തമ്മിൽ തബായുനായി. ഇവിടെ 1 എന്നതിന് നമ്മൾ അദദായിട്ട് കൂട്ടുന്നില്ലല്ലോ. അപ്പൊ സഹമും അദദുർ റൂസും തമ്മിൽ തബായുനായി. അപ്പൊ അദദുർ റൂസ് കൊണ്ട് അസ്ലു മസ്അലയിൽ ഗുണിക്കണം. ഇവിടെ അസ്ലു മസ്അല 2 ആണ്. 2 × 2 4. നോക്കുക, സൗജൻ വ അഖവാനി ലി അബിൻ ഹിയ. ഇവിടെ മസ്അല മിൻ ഇസ്നൈനി എത്രയിൽ നിന്നാണ്? 2ൽ നിന്നാണ്. 2 അസ്ലു മസ്അല. ലി സൗജി വാഹിദുൻ, ഭർത്താവിന് എത്ര? 1. യബ്ഖാ വാഹിദുൻ, പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? 1. ലാ യസിഹു ഖിസ്മതുഹു അലൽ അഖവൈനി, 2 സഹോദരന്മാരുടെ മേൽ വിഭജിക്കൽ സഹീഹാവൂല. അവിടെ കിസ്ർ ഉണ്ടാവും, അരയുമാണ് ഉണ്ടാവുക. പിന്നെ ഏത് സ്ഥിതിയിൽ? വലാ മുവാഫഖത, മുവാഫഖത്ത് ഇല്ലതാനും. ഇവ രണ്ടിന്റെ ഇടയിൽ മുവാഫഖത്ത് ഇല്ലതാനും. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണം? ഫയുളറബു അദദുഹുമാ, അവരുടെ അദദിനെ ലർബ് ചെയ്യപ്പെടണം. ഇവർ രണ്ടാളുടെ അഹവൈനുണ്ടല്ലോ, അവരുടെ അദദ് എത്രയാ? 2 ആണ്. ആ 2നെ ലർബ് ചെയ്യപ്പെടണം. ഫി അസ്ലിൽ മസ്അലത്തി, എത്രയിൽ? അസ്ലു മസ്അലയായ 2ൽ. അപ്പൊ 2 × 2 4. അപ്പൊ അസ്ലു മസ്അല 4 കിട്ടി. ആ 4ൽ നിന്ന് അതിന്റെ നിസ്വായ 2 ആർക്ക് കൊടുത്തു? സൗജിന് കൊടുത്തു. അതാ തബ്ലുഗു അർബഅതൻ, എത്ര കിട്ടു? 2 × 2 4 കിട്ടി. മിൻഹാ തസിഹു, അതിൽ നിന്ന് മസ്അല സഹീഹാകും. അതിൽ നിന്ന് മസ്അല സഹീഹാകുമല്ലോ. 4ന്റെ പകുതിയായ 2 ആർക്ക് കൊടുത്തു? സൗജിന് കൊടുത്തു. പിന്നെ ഓരോന്ന് വീതം ആർക്കും കൊടുത്തു? അഖവൈനിലി അബിനിക്കും കൊടുത്തു. ഓക്കെ ആയി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബി ഔലിഹ ഇൻ ആലത് ഫൈൻ തബായന ലുരിബ അദദുഹു, അദദിനെ ലർബ് ചെയ്യപ്പെടണം. ഫിൽ മസ്അലത്തി, അസ്ൽ മസ്അലയിൽ. ബി ഔലിഹ ഇൻ ആലത്ത്, ഔല ആവുന്നതാണെങ്കിൽ ഔലോട് കൂടെ. ഇവിടെ ഔല ആവാത്തതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഔല ആവുന്നതിന് ഉദാഹരണം അതാ വ മിസാലുഹു ബിൽ ഔലി, ഔല ആവുന്നതിന് ഉദാഹരണം, ഔലോട് കൂടെ ഉള്ളതിന് ഉദാഹരണം ഏതാണ്? സൗജുൻ വ ഖംസു അഖവാത്തിൻ ലി അബിൻ, ഒരു സ്ത്രീ മരണപ്പെട്ടു. അവൾക്ക് അനന്തരാവകാശിയായിട്ട് ആരാണുള്ളത്? സൗജുണ്ട്. ഖംസു അഖവാത്തിൻ ലി അബിൻ, വാപ്പത്തതായ 5 സഹോദരിമാരുണ്ട്. ഭർത്താവുണ്ട്, അതേ പ്രകാരം തന്നെ ഖംസു അഖവാത്തിൻ ലി അബിൻ, വാപ്പത്തതായ 5 സഹോദരിമാരുണ്ട്. അപ്പോ ആ സഹോദരിമാർക്ക് എത്ര കൊടുക്കണം? സഹോദരിമാർക്ക് സുലുസാനിയാണ്, സൗജിന് നിസ്ഫുമാണ്. മക്കളില്ലാത്തത് കൊണ്ട് സൗജിന് എത്രയാണ്? സൗജിന് നിസ്ഫാണ്, സഹോദരിമാർക്ക് സുലുസാനിയാണ്. സുലുസാനിന്റെ മഖ്റജ് 3 ആണ്, നിസ്ഫിന്റെ മഖ്റജ് 2 ആണ്. 2ഉം 3ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. തബായുനാകുന്ന സമയത്ത് പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പൊ 2 × 3 6. അപ്പൊ അസ്ലു മസ്അല എത്രയാണ്? 6 ആണ്. അസ്ലു മസ്അല 6 ആണ്. അപ്പോ അതിന്റെ നിസ്ഫ് എത്രയാണ്? 3. 3 ആർക്ക് കൊടുക്കണം? സൗജിന് കൊടുക്കണം. അതിന്റെ സുലുസാനി എത്രയാണ്? 4. ആ 4 ആർക്കും കൊടുക്കണം? സഹോദരിമാർക്കും കൊടുക്കണം. അപ്പൊ 6ൽ നിന്ന് 7ലേക്ക് ഔലാകും. 6ൽ നിന്ന് 7ലേക്ക് ഔലാകും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ അഹവാത്തിനുള്ളതായ സഹ്മ് എത്രയാണ്? 4 ആണ്. അഹവാത്ത് എത്ര ഉണ്ട്? 5 ഉണ്ട്. സഹോദരിമാർ 5 ആളുണ്ട്, അവർക്കുള്ള സഹ്മ് 4 ആണ്. 4ഉം 5ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തബായുനാണ്. അപ്പൊ എന്ത് ചെയ്യണം? അദദുർ റൂസ്, ആ അദദുർ റൂസായ 5 കൊണ്ട് അസ്ലു മസ്അലയായ 7ൽ ഗുണിക്കണം. 5 × 7, കാരണം 6ൽ നിന്ന് 7ലേക്ക് ഔലായതാ. അപ്പൊ 7ൽ തന്നെ ഗുണിക്കണം. 5 × 7 35. 35ൽ നിന്ന് മസ്അല സഹീഹാകും. അപ്പൊ സൗജുൻ വ ഖംസു അഖവാത്തിൻ, ഭർത്താവ് 5 സഹോദരിമാർ, ലി അബിൻ, വാപ്പത്തതായ. അപ്പൊ മിൻ സിത്തത്തിൻ, ഇവിടെ എത്രയിൽ നിന്നാണ് മസ്അല? മിൻ സിത്തത്തിൻ, 6ൽ നിന്നാണ്. വ തഊലു, അത് ഔലാകും. ഇലാ സബഅത്തിൻ, എത്രയിലേക്ക്? 7ലേക്ക്. പക്ഷേ ഇവിടെ 4 ആണ് അവർക്കുള്ളതായ സഹ്മ്, അവരുടെ അദദുർ റൂസ് 5ഉം ഉണ്ട്. അപ്പം സഹീഹാവുകയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വതസിഹു, സഹീഹാകും. ബിലർബി ഖംസത്തിൻ ഫീ സബഅത്തിൻ, 5നെ ഗുണിക്കുക. ഫീ സബഅത്തിൻ, 7ൽ. 5 × 7 35. 5 × 7 35. അതാ വതസിഹു, സഹീഹാകും. ബിലർബി ഖംസത്തിൻ ഫീ സബഅത്തിൻ, 5നെ 7ൽ ഗുണിക്കൽ കൊണ്ട്. മിൻ ഖംസത്തിൻ വ സലാസീന, 35ൽ നിന്ന്. അപ്പൊ ഇവിടെ എന്താകും? 35 ആകും. 35ൽ നിന്ന് 15 ആർക്ക് കൊടുത്തു?
സൗജിന് കൊടുത്തു, 15 സൗജിന് കൊടുത്തു. പിന്നെ 15 സൗജിന് കൊടുത്താൽ ബാക്കി 20 ഉണ്ട്. 20-ൽ നിന്ന് 4 വീതം ആർക്കും കൊടുത്തു? അഹവ ഉഖ്തിനിക്കും കൊടുത്തു. അപ്പൊ 4 ഉഖ്തിനിക്ക് 20, സൗജിന് 15, 35. അങ്ങനെ മസ്അല സഹീഹാകും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ